ഇന്നത്തെ വീഡിയോ കൂടി പരിചയപ്പെടുത്തുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കുറഞ്ഞു വളരുന്ന ആടുകളെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. നന്നായി ആട് വളർത്തുന്ന ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ കണ്ട കാഴ്ചയാണ്. രണ്ടാം പ്രസവത്തിൽ 4 കുട്ടികളാണ് ഈ തള്ളയാടിന് ലഭിച്ചിട്ടുള്ളത്. പ്രത്യുൽപാദന ശേഷിയുള്ള നല്ല ആടിനങ്ങളാണ് ഈ കുള്ളനാടുകൾ. വളരെ ഉയരക്കുറവാണ് ഇവരുടെ ഒരു പ്രത്യേകത. ഫാൻസി ബ്രീഡായിട്ടാണ് ഇവയെ വളർത്തിക്കൊണ്ട് വരുന്നത്. കുട്ടികൾക്കൊക്കെ ഓമനിച്ച് വളർത്താൻ പറ്റുന്ന ഒരു ആട് ജൻസാണ് ഈ കുള്ളനാടുകൾ. വ്യാവസായിക അടിസ്ഥാനത്തിൽ നമുക്ക് ഇവയെ വളർത്താനായിട്ട് സാധിക്കില്ല. മീറ്റ് ഉൽപ്പാദനം വളരെ കുറവായതുകൊണ്ട് തന്നെ ഫാൻസി ആവശ്യത്തിനായിട്ടാണ് ഈ ആടുകളെ വളർത്തിപ്പോരുന്നത്. ഇവയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ 1.5 വർഷത്തിൽ 2 പ്രസവം എന്ന രീതിയിൽ ഇവയെ നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതേപോലെ വളരെ കുറച്ച് ആഹാരം മതിയാവും, വളരെ കുറച്ച് സ്ഥല സൗകര്യം മതിയാവും. ഇതാണ് ഇവയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കുട്ടികൾക്കാണ് ഏറെ ആകർഷണം ഈ ആടുകളെ വളർത്താനായിട്ട്. ഈ ആട് ജൻസിൻ്റെ വിവിധ കളർ വെറൈറ്റികളുണ്ട്, വിവിധ ഇനങ്ങളുണ്ട്. അപ്പോൾ അവയൊക്കെ നിങ്ങൾക്ക് കാണാനും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് തുടർച്ചയായിട്ട് ഇനിയും കുറച്ച് ആട് വളർത്തുന്ന കർഷകരുടെ വീഡിയോ ആണ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. വിവിധ ഇനങ്ങളെ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ ഫോളോ ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യണം. വിവിധ തരത്തിലുള്ള കാർഷിക കാഴ്ചകളാണ് നമ്മുടെ ചാനലിൽ കൂടി നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ കാഴ്ചകളും, നിങ്ങൾ ആട് വളർത്തുന്ന ഒരു കർഷകനാണെങ്കിലും പശു വളർത്തുന്ന ഒരു കർഷകനാണെങ്കിലും നിങ്ങളുടെ കാഴ്ചകളും നമ്മുടെ ചാനലിൽ കൂടി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കുക. അതിനായിട്ട് നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വീഡിയോയിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, വിളിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വിൽപ്പനയ്ക്കുള്ള ഐറ്റംസും നമ്മുടെ ചാനൽ വഴി പരസ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിളിക്കാവുന്നതാണ്. അപ്പോൾ കുള്ളനാട് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കുറഞ്ഞ കുള്ളനാട് ഉള്ളത് നമ്മുടെ കുട്ടിക്കാനത്തുള്ള ലിനുസാറിൻ്റെയാണ്. ലിനുസാറിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ ഇന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ ഒരു പ്രസവിച്ച ആടിന് ഇന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ ഒരാട് അവിടെയാണുള്ളത്. 2 ബ്ലാക്ക് ആടുകൾ, അതിൽ ഒരു ബ്ലാക്ക് ആടിനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കാണാൻ മറക്കരുത്. നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ട്, ദയവായി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. കർഷകരുടെ നിരന്തരമായിട്ടുള്ള കർഷകരുടെ വീഡിയോ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കുള്ളനാടുകളെ എല്ലാവർക്കും ഇഷ്ടമാണ്, വളരെ കൗതുകമാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വിലയുള്ള ആടുകൾ തന്നെയാണ് നമ്മൾ ഈ കാണുന്നത്. രണ്ടാം പ്രസവത്തിൽ 4 കുട്ടികളെയാണ് ഈ തള്ളയാടിന് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കനേഡിയൻ ആടിനെ വളർത്തുന്ന ഒരു കർഷകനാണെങ്കിൽ നിങ്ങൾക്ക് എത്ര കുട്ടികളെ വരെ ലഭിച്ചിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മാക്സിമം 6 കുട്ടികളെ വരെ ലഭിച്ചിട്ടുള്ള കർഷകരുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു അഭിപ്രായം കമൻറ്റിൽ പിൻ ചെയ്യാൻ മറക്കരുത്. കനേഡിയനെ വളർത്തിയിട്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കനേഡിയൻ ആടുകൾ പൊതുവേ രോഗപ്രതിരോധ ശേഷിയുള്ള ആടുകളാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവയുടെ പരിപാലന രീതിയിലാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പരിപാലിക്കാൻ പറ്റുമെങ്കിലും ഇവരുടെ ആഹാര രീതിയിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഓവറായിട്ട് ആഹാരങ്ങൾ കൊടുക്കാൻ പാടില്ല. പിന്നെ അടിക്കടിയുള്ള ആഹാരം മാറ്റം, ഒരു നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആഹാരം മാറ്റിയിട്ട് അടുത്ത ആഹാരം നമ്മൾ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം കൊടുത്ത് അവയെ പതിയെ ആ ആഹാരത്തിലേക്ക് ചേഞ്ച് ചെയ്ത് നമ്മൾ കൊണ്ടുവരണം. ഇവിടെയൊക്കെ അതിനെല്ലാം കൊടുത്ത് ശീലമാക്കിയിട്ടുണ്ട്. ഗോതമ്പ് തവിട്, അത്യാവശ്യം ചക്കയുടെ ഐറ്റംസ്, ഇതെല്ലാം ഈ വീട്ടിൽ എന്തെല്ലാം ഉപയോഗിക്കണോ അതെല്ലാം ഇവർക്ക് കൊടുത്ത് ശീലമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളും അത് അല്പം കഴിച്ച് അവർ ശീലമാകുന്നതാണ്. അപ്പം നമ്മൾ വാങ്ങിക്കൊണ്ട് വരുന്ന ആടുകളെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ വീട്ടിൽ എന്താണോ കൊടുത്തിരുന്നത് ആ ആഹാരം തന്നെ കൊടുത്ത് ശീലിപ്പിച്ച് പിന്നീട് നമ്മുടെ ആഹാര രീതിയിലേക്ക് പതിയെ മാറ്റിയെടുക്കുക. ദഹന പ്രക്രിയയാണ് ഏറ്റവും കൂടുതൽ ആടുകൾ ശ്രദ്ധിക്കേണ്ടത്. അത് ഈ കുള്ളനാട് ആയാലും ശരി തന്നെ, വലിയ ആടുകളായാലും ശരി തന്നെ നമ്മൾ ശ്രദ്ധിക്കുക. ദഹനരസങ്ങളല്ല ഇവിടെ ദഹന പ്രക്രിയ നിയന്ത്രിക്കുന്നത് ജീവാണുക്കളാണ്. അപ്പോൾ ആ ജീവാണുക്കൾ ഒരു ഫുഡുമായിട്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ ആ ഫുഡിനെ തന്നെ അവർ സ്വീകരിക്കും. പെട്ടെന്ന് വേറൊരു ഫുഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഗ്യാസ് ഫോം ചെയ്യുകയും ആടിന് മരണം വരെ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ആഹാരത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. പിന്നെ പൊതുവേ രോഗപ്രതിരോധ ശേഷിയുള്ള ആടുകളാണ് നമ്മൾ ഈ കാണുന്ന കുള്ളനാടുകൾ. അപ്പോൾ കുള്ളനാടുകളെ നിങ്ങൾക്ക് വളർത്താൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരും കമൻറ്റ് ഇടുക. കൊടുക്കാനോ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പിൻ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമ്മൾ ഉടൻ തന്നെ എത്തും. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.